അന്ന് വിദേശത്ത് വന്ന ചില അറബികൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾ കൂടിയാൽ ചിലപ്പോൾ 500 അല്ലെങ്കിൽ 1000 അതിൽ താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കൂടിയാൽ തന്നെ ഭയങ്കര ശബ്ദകോലാഹലങ്ങളായിരിക്കും. ഇതൊന്നും ശബ്ദകോലാഹലങ്ങളില്ലാതെ ഇവിടെ എങ്ങനെ നിയന്ത്രിക്കപ്പെടാൻ എന്താണ് ഇതിന് നിങ്ങൾ ഉപയോഗിച്ച മാർഗം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ആത്മീയമായ ഒരു നിയന്ത്രണം ഉണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാന്ന് ചോദിച്ചു. അതുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആത്മീയമായ ഒരു നിയന്ത്രണം, ആത്മീയമാവുന്ന ഒരു സഹായമൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ ദർശിക്കപ്പെടുന്നത്. അപ്പോൾ അത്ര അധികം ആളുകൾ കൂടിയിട്ട്, അങ്ങനെ അത്ര അധികം ജനങ്ങളവിടെ കൂടിയിട്ട് പോലും എന്തെങ്കിലും നിലക്കുള്ള അപശബ്ദങ്ങളോ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സ്റ്റേജിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെയും മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അവിടെ കഴിച്ചുകൂട്ടാനുള്ള ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. ഇതന്നെ മതി സമസ്ത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. സമസ്തയുള്ള ജമിയത്തുൽ ഉലമ അതൊരു തമാശ പറയല്ല. ഇത് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇവിടെ അവരുടെ നിയന്ത്രണത്തിലുള്ളൊരു സംഘടനയാണ്. അവരാണ് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സഹായം എനിക്കുണ്ടാവും എന്നൊക്കെ നമ്മൾ തമാശ പറയുക, അല്ലെങ്കിൽ ഒരു ആലങ്കാരികമായി പറയുന്നതല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അതിന് നമ്മൾ വിശ്വസിക്കണം. അപ്പം അതുകൊണ്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ഈ 100 വർഷം അത് വളരെ പ്രൗഢമായ വർഷങ്ങളായിരുന്നു. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ആ പുസ്തകം നോക്കി നമുക്ക് മനസ്സിലാവും. 1000 ചില്ലാനം പേജുകളുള്ള ഒരു പുസ്തകമാണ് ഇറക്കപ്പെട്ടത്. അതിൻ്റെ പ്രത്യേകമാവുന്ന സമ്മേളനത്തിനോടനുബന്ധിച്ചുകൊണ്ടുള്ളൊരു ഉപഹാരമായിട്ട് ബഹുമാനപ്പെട്ട വാക്കോട് മൊയ്തീൻകുട്ടി ഫൈദിയുടെ അവരുടെ നേതൃത്വത്തിലായിട്ട്